ഒരിടത്തൊരു കല്യാണം നടന്നു. ഭർത്താവും ഭാര്യയും. ഭാര്യ MA മലയാളം കഴിഞ്ഞു, റിസർച്ച് ചെയ്യുന്നു മലയാളത്തിൽ. ഭർത്താവ് ഫിസിക്സിൽ PhD ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. ഇത് കഥ മതി, അതുകൊണ്ടാ, തിയോളജി വേണ്ട. 12 മണിയല്ലേ. ഭർത്താവ് ഫിസിക്സിൽ PhD ചെയ്യുന്നു, ഭാര്യ MA മലയാളം കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം സന്ധ്യ കഴിഞ്ഞു. ആദ്യ ദിവസത്തിന്റെ രാത്രി ഭാര്യ അവളുടെ മുറിയിൽ ഭർത്താവിനെ കാത്തു നിൽക്കുന്നു. കയ്യിലൊരു ഗ്ലാസ് പാലുമായി അവൾ ടീപ്പോയിൽ പാല് വെച്ചിട്ട് ആ മുറിയുടെ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. കാണുന്നുണ്ടോ? പുറത്ത് പൂർണ്ണചന്ദ്രൻ നിലാവ് പൊഴിക്കുന്ന രാത്രി 8:30. പൗർണമി തിങ്കൾ അതിൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് വിരുന്നൊഴിക്കുന്ന രാത്രി. ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മനസ്സ് തരളിതമാകുന്നു, അവളുടെ ഹൃദയം ഊഷ്മളമാകുന്നു. അവിടെ മിണ്ടല്ലേ മക്കളെ, മിണ്ടല്ലേ. നമ്മൾ തമ്മിൽ ഒരു സെഷൻ ഉണ്ട് അവസാനം. അവിടെ ഇരുന്നാണ്. കഥയിലേക്ക് വരാം. അവളുടെ മുറിയിലേക്ക് വരൂ. അവളെ ജനാലക്കരികിൽ നിൽക്കുന്ന പുറത്ത് പൂർണ്ണചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നത് കണ്ട് അവളിങ്ങനെ വല്ലാത്ത സന്തോഷത്തിലാണ്. അവൾക്ക് കവിത വരുന്നു. അവൾ മലയാളമാണ്, MA കഴിഞ്ഞു, റിസർച്ച് ചെയ്യുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ആ മുറിയിലേക്ക് വന്നു. ആദ്യ ദിവസമാണ്. അവളുടെ തൊട്ടു പിറകിൽ വന്ന് അവളോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അയാളങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ചേട്ടാ നോക്കൂ, എത്ര മനോഹരമായാണ് ചന്ദ്രൻ അമ്പിളിക്കല ഭൂമിയെ അതിൻ്റെ നിലാവ് കൊണ്ട് ചുംബിക്കുന്നത്. നിലാവി രാത്രി തൻ നിശാവസ്ത്രം എന്ന് ONV പാടിയത് ചേട്ടൻ ഓർക്കണുണ്ടോ? അപ്പോ മലയാളമല്ലേ മെയിൻ. ഭാര്യ. അപ്പൊ ഭർത്താവ് പുറത്തേക്ക് തലയിട്ട് നോക്കി. ഭർത്താവ് കല്യാണം കഴിഞ്ഞ ദിവസത്തെ കഥയാ പറയുന്നത്, അവിടെ ഇരുന്നോണം. ഭർത്താവ് പുറത്തേക്ക് തലയിട്ട് നോക്കി. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇത് നിലാവിന്റെ പുതപ്പൊന്നുമല്ല, ഇത് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടുന്നതിന്റെ ഭാഗമായി അതിന്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ആ പ്രതിഭാസമാണ് ഈ ആദ്യത്തെ ദിവസമല്ലേ. ഉടക്കൊന്നും നടന്നില്ല. ഫിസിക്സ് മെയിനും മലയാളം മെയിനും അടങ്ങിക്കിടന്ന് കയറിക്കിടന്നുറങ്ങി. ഒന്നാം ദിവസം കഴിഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ബീച്ചിൽ പോയി. അഴീക്കൽ ബീച്ചിൽ പോയി. ബീച്ചിൽ ചെന്ന് അവർ കടലിന് അഭിമുഖമായി രണ്ടുപേരും ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ വീശി കരയിലേക്ക് കയറുകയാണ്. ഇത് കണ്ടിട്ട് ആദ്യ ദിവസങ്ങളല്ലേ, ഭാര്യ മലയാളം മെയിൻ പറഞ്ഞു, ചേട്ടാ കടലിന്റെ പ്രണയഭാവങ്ങൾ കണ്ടില്ലേ? എത്ര മനോഹരമായാണ് തിരമാലകൾ കരയെ ചുംബിക്കുന്നത് കണ്ടോ? ചേട്ടൻ ഫിസിക്സ് മെയിൻ കണ്ണാടിയൊക്കെ ഒന്ന് വെച്ചിട്ട് തിരമാലകളിലേക്ക് നോക്കിയിട്ട്, അത് പ്രിയതമ അങ്ങനെയല്ലടി, അത് കാറ്റിന്റെ ഘർഷണം ആഴക്കടലിലെ ജലോപരിതലത്തിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായി ജലകണങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസം ജലോപരിതലത്തിൽ ഉണ്ടായിട്ട് അത് തീരത്തേക്ക് വീശുന്നതിന്റെ പേരാണ് എന്ത്? തിരമാല. ആരാ പറഞ്ഞ? ഫിസിക്സ് മെയിൻ. അവർ രണ്ടുപേരും തിരികെ വീട്ടിൽ പോയി. അന്ന് തിരികെ പോയ വഴി അവർ ഒന്നും മിണ്ടിയില്ല. ഈ കഥയ്ക്ക് ഇനി ഒരൊറ്റ വരിയേ ഉള്ളൂ. ഇങ്ങനെയാണ് അവർ പിന്നീട് കണ്ടുമുട്ടിയത് കുടുംബ കോടതിയിലായിരുന്നു. ഈ കഥയ്ക്ക് ഇനി ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ. അതിങ്ങനെയാണ്, അവർ പിന്നീട് കണ്ടുമുട്ടിയത് എവിടെയായിരുന്നു? പറയൂ. ഞാനിപ്പോ കഥകൾ പറയുന്നത് 12 മണിയല്ലേ, അതുകൊണ്ടാണ്. എപ്പോഴും ഇങ്ങനെ 12ന്റെ കഥ പറയണമെന്നില്ല അല്ലേ. ഈ കഥയ്ക്ക് കൊറ്റമ്പള്ളിയുമായി ബന്ധമുണ്ടോ? ഭാഷകൾ ചിതറുന്ന വീടുകൾ. ഹൗവ പറഞ്ഞത് ആദമിന് മനസ്സിലായില്ല. ആദം പറഞ്ഞതിന് തിരിച്ചും. നമ്മുടെ വീടുകൾ ബാബേലാണ്. കൊറ്റമ്പള്ളിയിൽ എനിക്കറിയാം ഒരു വീടിനും വീട്ടുപേര് ബാബേൽ എന്നിട്ടിട്ടില്ല. ഉണ്ടോ? പക്ഷെ എനിക്കിവിടെ അറിയാം ബഥേൽ കാണും.
അല്ലേ? ബഥേൽ വീട്ടുപേരില്ലേ? മിസ്പ കാണും, ബത്സൈദ കാണും, ഇല്ലേ? ഉണ്ട്. പക്ഷെ കൊറ്റമ്പള്ളിയിൽ ഏതെങ്കിലും വീടിന് ബാബേൽ എന്ന് വീട്ടുപേരുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇടവക രജിസ്റ്റർ എടുത്ത് നോക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് പറയാം, നമ്മുടെ വീടിന് ആ വീട്ടുപേര് ഇടാൻ നോക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. നമ്മുടെ വീട്ടിൽ കൂടെ കൂടെ ഞാൻ പറയുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. ഒന്ന്. രണ്ട്, ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എന്നെ ആരും ഞാൻ പറയുന്നത് ഗൗനിക്കുന്നില്ല. ഞാൻ അതല്ല വിചാരിച്ചത്. ഇത് നമ്മുടെ വീട്ടിൽ കൂടെ കൂടെ പറയേണ്ടി വരുന്നുണ്ടോ? പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടുപേര് തിരുത്തണം. കാരണം അങ്ങനെയുള്ള വീടിനൊരു ഒരേ ഒരു പേരേ ഇടാനുള്ളൂ, ബാബേൽ. ഉൽപ്പത്തി പുസ്തകം. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണി തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് ഭാഷ ചിതറിപ്പോയ വീടാണേത്? ബാബേൽ. നമ്മുടെ വീടുകളിലില്ലേ? ഞാൻ പറയുന്നതല്ല, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പ പറയുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നില്ലേ? അക്സയുടെ മമ്മി എന്ത് നല്ല മമ്മി, ഖസിയുടെ മമ്മി എല്ലാം മനസ്സിലാകുന്ന മമ്മി. ഇവിടെ ഒരെണ്ണമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാഗവല്ലിമാരായിട്ട് മാറുന്നില്ലേ? എന്താ പോയാല് മോളെ അത് വേണ്ടടാ, നമുക്ക് പറ്റിയല്ല, മോള് പോണ്ട, വിടമാട്ടെ, അല്ലേ? നമ്മുടെ വീട്ടുപേര് തിരുത്താൻ കാലമായോ? ബാബേൽ. ആദ്യത്തെ വീട് പറുദീസ, ഭാഷ ചിതറിയ വീടാ. കായന്റെ ഭാഷ ഹാബേലിന് മനസ്സിലായില്ല, ഹാബേലിന്റെ ഭാഷ കായിന് മനസ്സിലായില്ല, ഹവ്വയുടെ ഭാഷ ആദമിന് മനസ്സിലായില്ല. ഭാഷ ചിതറുന്ന വീട് ഒരൊറ്റ വീട്ടുപേരെ ഇടാൻ പറ്റുള്ളൂ. എന്ത്? ഉറക്കപ്പറ, ശബ്ദം പോരാ. ബാബേൽ. പറുദീസയെ പരിക്കേൽപ്പിച്ചവരുടെ വീട്. ഇന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ വാച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കാരണം സമയം പോകരുതല്ലോ, അല്ലേ? പണ്ടൊരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. 90% അതാ. പ്ലസ് മീഡിയ എന്ന് പറഞ്ഞാൽ മറ്റു ഇടങ്ങളിൽ നിന്ന് അറിയുന്നത്. 80കളിലും 70കളിലും ഒക്കെ മീഡിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ആകാശവാണി വാൽവ് തിരിച്ചിങ്ങനെ വാർത്ത കേട്ടവർ ഇവിടെ കാണും. ചെവി വെച്ച് ഇല്ല. അന്നേ ഞങ്ങൾ കളർ TV, LCD അല്ലേ? ഒരു വയലും വീടും യുവവാണി അല്ലേ ഒക്കെ ആയിരുന്നു, അല്ലേ? പഴയത് ഓർക്കുന്നില്ലേ? ആഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആന്റിന വന്നു. ഞായറാഴ്ച 4 മണിക്കൊരു പൊളിഞ്ഞു പോയൊരു സിനിമ ഉണ്ടാവും. അതായിരുന്നു മീഡിയ. ആഴ്ചയിൽ ഒരിക്കലും വന്നിരുന്നൊരു വാരിക. പത്രമൊന്നും സുലഭമല്ല. 80% ബന്ധങ്ങളാണ്. ഒരു വീടിന് 4 വശത്തും വരാന്ത ഉണ്ടായിരുന്നു, അല്ലേ? പഴയ വീടുകൾക്ക് 4 വശത്തും വാതിലുണ്ടായിരുന്നു. ഒരു വരാന്തയിലേക്ക് ഇറങ്ങിയ 2 പല്ല് പോയ ഒരു അപ്പച്ചൻ അവിടെ കാണും. ഈ വരാന്തയിലേക്ക് ഇറങ്ങിയ 2 പല്ല് മാത്രമുള്ള ഒരു അമ്മച്ചി അവിടെ കാണും. എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. 7-8 മക്കൾ, നാത്തൂന്മാര്, കെട്ടിക്കാത്ത ഐറ്റംസ്, കെട്ടിച്ച ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബന്ധങ്ങളായിരുന്നു. 20% മീഡിയ, 80% റിലേഷൻഷിപ്പ് പ്ലസ് 20% മീഡിയ. അതായിരുന്നു ഒരാളുടെ പേഴ്സണാലിറ്റി. 4 വശത്ത് വരാന്തകളുള്ള ബന്ധങ്ങളായിരുന്നു എല്ലാം. ഓർക്കുന്നില്ലേ ആ ആന്റിനെയൊക്കെ അച്ചായനെ കൊണ്ട് തിരിപ്പിച്ചത്? ഓർക്കുന്നില്ലേ? ഇല്ല, അന്നേ 700 ചാനലല്ലേ പുള്ളിക്കാരൻ ടെറസിന്റെ മുകളിൽ കയറി പണ്ട് പൈപ്പ് തിരിച്ചത്? ഇന്നൊന്നും ഓർക്കുന്നല്ല, ഒത്തിരി കാലം മുമ്പാ. ഇപ്പൊ ക്ലിയറായോ? പൊടിക്കൂടെ തിരിച്ചെന്ന് പറയും. പാവപ്പെട്ടവൻ അവിടെ നിന്ന് മുണ്ടും മടക്കി കുത്തിന്ന് തിരിച്ചിട്ട് ഇറങ്ങിപ്പോരെന്ന് പറയുമ്പോൾ 7:55 ചിത്രഗീതം കഴിഞ്ഞു. ഓവർ ടു ഡൽഹി ഭൂതല സംപ്രേഷണം സമാപിച്ചു. പാവപ്പെട്ടവന് കാണാൻ ഒത്തിട്ടില്ല. മറന്നുപോയോ? ബലം പിടിച്ചിരിക്കാതെ മറന്നുപോയോ പണ്ട് ആ പൈപ്പ് തിരിച്ചതൊക്കെ?
അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബന്ധങ്ങളിൽ രൂപപ്പെട്ട് അവിടെ കുടുംബ പ്രാർത്ഥനകൾക്കൊരു ചൂടുണ്ടായിരുന്നു, പള്ളി ആരാധനകൾക്കൊരു സുഗന്ധമുണ്ടായിരുന്നു. ഇപ്പോഴോ 80% മീഡിയ പ്ലസ് 20% റിലേഷൻഷിപ്പ്. ശരിയല്ലേ? 2 പോക്കറ്റിലും മൊബൈലില്ലേ? വൈകിട്ട് പുള്ളിക്കാരൻ ഇത് വരുന്നത് തന്നെ ഇരട്ട പിള്ളേരെ മല ഒടിപ്പിക്കുന്ന പോലെ 2 ചെവി വെച്ചോണ്ടാണ്. താത്തു വെക്കാൻ സമയമില്ല. മീഡിയയാണ്, മീഡിയ. തിരുമേനി അതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? മൊത്തം മീഡിയയിലാണ്. എത്ര ചാനലുണ്ട് വീട്ടിലെന്ന് കാണാതെ പറയുന്നവരാരെങ്കിലും ഉണ്ടോ? വീട്ടിൽ എത്ര ചാനലുണ്ട് അറിയില്ല. ആരുടെ കുഴപ്പമില്ല, കടക്കല്ലേ. 80% മീഡിയ, 20% റിലേഷൻഷിപ്പ്. പിള്ളേർ 1 ഉള്ളൂ, 1.25. നാത്തൂന്മാരില്ല, എണ്ണയെ അന്യം നിന്നുപോയി. ആരും എങ്കും കണക്റ്റഡ് അല്ല. വരാന്ത ഇല്ല. ഉണ്ടോ? പിന്നെ മുന്നിൽ ഒരു വരാന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, VARNDA, വരണ്ട. വഴിയെ പോകുന്നതിന് അങ്ങനെയാ വായിക്കുന്നത്. എഴുതി വെച്ചത് ഇംഗ്ലീഷിലാ, വരാന്ത, VARNDA. വായിച്ചത് അങ്ങനെയാ, നമ്മൾ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ഗ്രില്ലും ഇട്ടു. സിറ്റ് ഔട്ട് എന്നാണ് ഞങ്ങൾ പേരിട്ടത്, പക്ഷെ അവിടെ ഇരുത്തിയല്ല, അതിന് ഞങ്ങൾ ഗ്രില്ലിട്ടു. വരാന്തകളില്ല, 4 വശവുമുള്ള വാതിലുകളില്ല, ബന്ധങ്ങളില്ല. 80% മീഡിയ. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുക. ഈ പ്രാകൃത മനുഷ്യന്റെ ജീവിതം ഇന്ന് നമ്മുടെ വീടുകളിൽ. പണ്ടത്തെ മനുഷ്യൻ ജീവിച്ചിരുന്ന ഗുഹകളിലാ, അല്ലേ? ഗുഹാവാസികൾ, ബാർബേറിയൻസ്, ഗുഹാവാസികൾ. ഗുഹയിൽ ജനല്ലേ? ഓരോരുത്തർക്ക് ഓരോ മുറിയാണ്, പിള്ളേർക്കൊരു നിലയാണ്. അപ്പോൾ ഓരോ മുറി ഓരോ ഗുഹയാണ്. അവൻ അവിടെ ഉണ്ട്, അവൻ്റെ മൊബൈല്, അവൻ്റെ ക്ലോസറ്റ്, അവൻ്റെ ബാത്റൂം, അവൻ്റെ വാഷ് ബേസിന്. ബ്രേക്കപ്പ്. എന്താ? പ്രായമുള്ളവർക്ക് മനസ്സിലായില്ല, മനസ്സിലാവണ്ട. ഇനിയിപ്പോൾ എന്നാ മനസ്സിലാവാൻ? ഇതുങ്ങളുണ്ടല്ലോ, അവർക്ക് മനസ്സിലായി. ബ്രേക്കപ്പ്. എന്താ മക്കളെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ? അറിയാം, എങ്ങനെയാ ചൂടിരുന്ന് പറയാ. 8ാം ക്ലാസ്സിൽ തുടങ്ങും, 9ാം ക്ലാസ്സിൽ പൊട്ടും. 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ തുടങ്ങും, 9ാം ക്ലാസ്സിൽ പൊട്ടും. 10ാം ക്ലാസ്സിൽ അടുത്തത് കിട്ടും. 11ാം ക്ലാസ്സിൽ 3 എണ്ണം ഒരേ സമയം. കൊറ്റമ്പള്ളിയിലെ കാര്യമല്ല, ഞാൻ ആഫ്രിക്കയിലെ ഒരു മൂലയ്ക്കുള്ള ഒരു ഗ്രാമത്തിലെ കാര്യമാണ്. ചിലരൊക്കെ വല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 12ാം ക്ലാസ്സുകാരിയുടെ കൈ കണ്ടു. ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ്. കയ്യിൽ 3 വരയുണ്ട്. പേന വെച്ചല്ല, ബ്ലേഡിന്റെ വരകളാണ്. ഒരു ശകലം സൈക്കിക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. എന്താ പറ്റിയത്? ഡെസ്ക് നിരക്കുന്നേ ഉള്ളൂ, നോക്കണ്ട, സമയമായിട്ടില്ല. ഇവിടോട്ട് നോക്കിക്കോ. ഓരോ ബ്രേക്കപ്പിൻ്റെതാണ് ഓരോ വര. മനസ്സിലാവുന്നുണ്ടോ? ആത്മഹത്യാശ്രമം. രക്ഷപ്പെട്ടതാ. പിന്നെ അവള് ബുദ്ധിമതിയായിട്ട് നന്നായി വരച്ചിട്ടില്ല. ഇപ്പൊ ചാകുക എന്ന് പറഞ്ഞുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇന്ന് ഉപയോഗിക്കുന്ന, പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രേക്കപ്പ്. കണക്റ്റഡ് ആകാൻ ഇഷ്ടമല്ല. ഈ പുറത്തു കാണുന്നൊന്നുമല്ല. ഈ യാക്കോബിന്റെ 12 മക്കളിൽ യഹൂദ വലിയ പുള്ളിയായിരുന്നു നാട്ടിൽ എന്നാ അഡ്രസ്സാണെന്നറിയോ? നാട്ടുകാരൊക്കെ ഭയങ്കര അറിയത്തില്ലേ? 12 മക്കളിൽ ഒരാൾ യഹൂദ. പക്ഷെ പുള്ളി ഒരിക്കല് ദൂരെ പോയപ്പോ സൈഡിലിരുന്നൊരു പെങ്കൊച്ചുണ്ട്. അവളുടെ പേര് താമാർ എന്നാ. കഥ അറിയാം? കഥ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. അവിടെ പോയി താമാറുമായിട്ട് ഒരു ഇടപാടൊക്കെ നടത്തി. അങ്ങനെ വടിയും മോതിരമൊക്കെ കൊടുത്തേ. കല്യാണ ശുശ്രൂഷയിലൊക്കെ പാട്ട് പാടുന്നുണ്ട്. ദൂരെ ഒരു ചിന്ന വീടുണ്ടായിരുന്നു യഹൂദായ്ക്ക്. നാട്ടിലൊക്കെ ആയിരുന്നു. ഈ യഹൂദായുടെ ഒരു മുഖം പലയിടത്തുണ്ട്. നാട്ടിലൊക്കെയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിച്ചു നിൽക്കുക. യഹൂദ. ദാവീദും അങ്ങനെയാ, മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്നപ്പോഴും അയലോക്കത്തെ കുളിമുറിയിലായിരുന്നു കണ്ണ്. ബർശബ. അപ്പൊ ഇത് രണ്ടും ഉണ്ട്. ദാവീദ് വീട്ടിനകത്ത് പിഴച്ചുപോയി. വീട്ടിനകത്ത് നിന്നാ കണ്ടത്. യഹൂദ ദൂരെ പോയതാ. ഈ പിഴച്ചു പോകാനാണെങ്കിൽ കുടുംബജീവിതത്തിനകത്ത് അകലെ ഒരു താമാറും അടുത്തൊരു ബത്ശബയും കാണും. മനസ്സിലായില്ലേ?
ഇന്ന് കേരളത്തിൽ നടക്കുന്ന വിവാഹമോചനങ്ങളിൽ 67% കാരണം സ്മാർട്ട് ഫോണാണ്. 67% വിവാഹമോചനങ്ങളുടെ കാരണം സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ന് ഈ 18ഉം 20ഉം 15 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ പ്രണയം ഒരു പ്രശ്നമൊന്നും അല്ല കേട്ടോ. ലൈസൻസ് അല്ലേ ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിലെ അനുഭവിക്കുന്ന വലിയൊരു ധാർമ്മിക പ്രതിസന്ധി കല്യാണം കഴിച്ചവരുടെ പ്രണയമാണ്. 67% of divorces caused by smartphone. മധ്യവയസ്കരുടെ പ്രണയമാണ്. യഹൂദ കല്യാണം കഴിച്ചാളാ, ദാവീദ് കല്യാണം കഴിച്ചാളാ. പിഴച്ചുപാനാണെങ്കിൽ അകലെ ഒരു താമാറും അടുത്തൊരു ബത്ശബയും കിട്ടും. ഞാൻ ആണുങ്ങളുടെ കാര്യമല്ല പറയണത്. ഇപ്പൊ ചില സ്ത്രീകൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, പറയച്ചോ, ഊണ് നടത്തോട്ട് പറയച്ചോ. ഇതൊരു പ്രതീകം മാത്രമാണ്. ഒരു താമാറും ഒരു ബത്ശബയും എവിടെ വേണമെങ്കിലും കാണും. 67% of divorces കുടുംബജീവിതത്തിനകത്ത് പ്രണയം. ഞാൻ 3 ആഴ്ച മുമ്പ് ഒരു വാർത്ത വായിച്ചു, നിങ്ങൾ വായിച്ചോ? ഈ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന വിവാഹമോ കുടുംബ കലഹങ്ങളിൽ ഒരു പ്രധാന വില്ലൻ ആരാന്നറിയാം? മദ്യമല്ല, അലൂമിനി അസോസിയേഷൻ. മനസ്സിലായില്ലല്ലേ? വേറെ പേരുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തോ പൂർവ്വ വിദ്യാർത്ഥി സംഘം. മലയാളം അങ്ങ് വിട്ടുപോയി. മനസ്സിലായോ? 87 SSLC ബാച്ചുകാരെല്ലാം കൂടി ഇപ്പൊ കൂടും. 96 പോയിരിക്കല്ലേ, ഞാനിത് പറഞ്ഞിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പറയല്ല. 96 PDC ബാച്ചുകാരെല്ലാരും കൂടെ അവിടെ കൂടി. 2003 ഡിഗ്രി ബാച്ചുകാരെല്ലാം കൂടെ മറ്റടുത്ത് കൂടി. അങ്ങനെ കൂടിയപ്പോഴാണ് വേണ്ട, പണ്ട് PDCയിലെ മൊട്ടിട്ട പ്രണയം വീണ്ടും. നീ ഇപ്പൊ എവിടാ? ഞാനിപ്പോ ഇന്നടത്ത ഇയാളെവിടാ? ഞാൻ മനോരമ പത്രത്തിൽ വായിച്ചതാണ്. കേരളത്തിൽ ഇന്ന് പല കുടുംബ കലഹങ്ങളുടെയും കാരണം പൂർവ്വ വിദ്യാർത്ഥി സംഘമോ. മനസ്സിലായില്ലേ? കുറച്ചു പേർക്ക് മനസ്സിലായി, മതി. അതുകൊണ്ട് ആരും ആരുടെ SLC ബുക്ക് ഒന്നും എടുത്ത് മാറ്റി വെക്കരുത്. കുടുംബജീവിതത്തിനകത്തെ പ്രണയം കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. ഈ ദാവീദുണ്ടല്ലോ, സ്വന്തം വീടിന്റെ ടെറസിൽ നിന്ന് അയലോക്കത്തെ ബാത്റൂമിൽ നിന്ന് ബത്ശബയെ കണ്ട് മോഹിച്ചെങ്കിൽ, അയാളുടെ പ്രണയം ഉണർന്നെങ്കിൽ, അയാൾ വഴിതെറ്റിയെങ്കിൽ, ജീവിതത്തിൽ ചില കാപഠ്യങ്ങൾക്ക് കൈ ചൂണ്ടിയെങ്കിൽ, കാപഠ്യങ്ങൾക്ക് നേരെ കൈ നീട്ടിയെങ്കിൽ, അവസാന കാലത്ത് ഈ ദാവീദ് വൃദ്ധനായി തൊലി ചുളിഞ്ഞ് വല്ലാതെ ഭാരപ്പെട്ട കിടക്കയിൽ കിടക്കുമ്പോ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഈ ദാവീദിനൊരു സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ശൂനേംകാരത്തി അബീഷകിനെ കൊണ്ട് അവിടെ ഇരുത്തി, ദാവീദിന്റെ ബെഡിലിരുത്തി. പുള്ളിക്കാരനെ മൈൻഡ് പോലും ചെയ്തില്ല. ബൈബിള് വായിച്ചാൽ മതി. ഞാൻ ഇന്ന് 12 മണിയല്ലേ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ ബൈബിൾ അതുപോലല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനൊരു കാലം നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എതിലേങ്കിടെങ്കിലും ഒക്കെ പോകുന്ന ബേർശബയുടെ പുറകെ പോകുന്ന പലതും ഒരു പ്രായം കഴിഞ്ഞ് ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിയുമ്പോഴുണ്ടല്ലോ, ചില അഭിഷേകമൊക്കെ വന്നു കയറിയാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. പറുദീസായെ പരിക്കേൽപ്പിച്ചവരുടെ വീടാണ് ഏദൻ തോട്ടം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ അവരുടെ ഭാഷ ചിതറി. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് നിർത്താം, 10 മിനിറ്റിനകത്ത് 12:30 നിർത്താം, വിഷമിക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 3 എല്ലിനകത്താണ്. 3 ഉറക്കെ പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ പറഞ്ഞു 12:30 മണിക്ക് അധിക പ്രസംഗം നടത്തത്തില്ല, കൊച്ചു കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. 3. ഒന്നാമത്തെ എല്ലെന്ന് പറയാം ത്രിൽ. എന്താണ്? ഉറക്കെ പറയൂ, എനിക്ക് വേണ്ടിയെങ്കിലും ഉറക്കെ പറയൂ. ത്രില്ലെന്ന് പറഞ്ഞ എന്തുവാ? ത്രില്ലെന്ന് പറഞ്ഞ എനിക്ക് ആ ബൈക്ക് കണ്ടല്ലോ അത് വേണം, ഇത് കണ്ട ഈ മൊബൈൽ കണ്ട അത് വേണം, ആ സാരി കണ്ട ഇപ്പം മേടിക്കണം. ഇതൊക്കെ ത്രില്ലാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ പിള്ളേരൊക്കെ ത്രില്ലില്ല. ഇവിടുത്തെ യൂത്തൊക്കെ ത്രില്ലിലാണ്.
ആ പുറത്ത് വരാതെ നിൽക്കുന്നതൊക്കെ ത്രില്ല. ജീവിതം എന്ന് പറയുന്നു. ഈ മുന്നിലിരിക്കുന്നതും ഒന്നാമത്തെ എല്ലെന്താ? ഉറക്കെ പറഞ്ഞേ. രണ്ടാമത്തെ എല്ല് ബിൽ. എന്താണ്? BILL. പറഞ്ഞേ. സ്പെല്ലിങ് പറയണ്ട, വാക്ക് പറഞ്ഞാൽ മതി. ബിൽ. നാലാമത്തെ കസേര തൊട്ട് പുറകോട്ടുള്ളതെല്ലാം ബില്ലേല. കറണ്ട് ബിൽ, വാട്ടർ ബിൽ, ഗ്യാസിന്റെ ബിൽ, ഇന്റർനെറ്റിന്റെ ബിൽ, കരമടച്ച ബിൽ, അടയ്ക്കാനുള്ള ബിൽ, ലോണിന്റെ ബിൽ, വണ്ടിയുടെ CC ബിൽ. അല്ലേ? ഒരു 30 വയസ്സിന് താഴെ ത്രില്ലാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബില്ല. ഈ ഇരിപ്പ് കണ്ടാൽ അറിയാം. ദൈവമേ, എങ്ങനെങ്കിലും ഈ ബില്ലിൽ മുന്നോട്ട് പോവുക. തികയുന്നില്ല. മാസാവസാനമൊക്കെ കൂട്ടിമുട്ടിക്കണ പാടല്ലേ. ബില്ലിരിക്കുന്നു ഇവിടെ. മൂന്നാമത്തെ ഇല്ലെന്ന് പറഞ്ഞ അസുഖം, രോഗം. ഒരു 70 വയസ്സ്, 75 വയസ്സ് പ്രായമുള്ളവർ ഇവിടെ കാണും. ഈ ഞാൻ പറയാൻ വന്ന അതല്ല. നമ്മുടെ മക്കള് ത്രില്ലേലാകുമ്പോൾ നമ്മൾ ബില്ലേലാണ്. നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞട്ടെ, 12 മണിയല്ലേ, ഇതല്ലേ പറയാൻ നോക്കുക. അതുകൊണ്ടാ. നമ്മുടെ അപ്പനും അമ്മയും രോഗത്തില. നമ്മൾ ബില്ലേല. പിള്ളേര് ത്രില്ലേല. നമ്മൾ ത്രില്ലിലായിരുന്നപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും, ഇനി നമ്മൾ ഇല്ലിലാകുമ്പോൾ നമ്മുടെ പിള്ളേര് ബില്ലിലാവും. കൊച്ചുമക്കള്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ 3 എല്ലിനകത്താ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ബർത്ത്ഡേ ഒക്കെ വലിയ ആഘോഷമായിട്ടാണ്. ബർത്ത്ഡേക്ക് മുറിക്കുന്ന കേക്കിന്റെ പേരെന്താ മക്കളെ? 3-4 കേക്കിന്റെ പേര് പറ. ഉച്ചയല്ലേ പറ, മണി 12 അല്ലേ പറ. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, പർപ്പിൾ വെൽവെറ്റ്, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്. ആമോസ് കഴിഞ്ഞുള്ള പുസ്തകത്തിന്റെ പേരെന്തോ? രണ്ട് കൊരിന്ത്യർക്ക് ശേഷമുള്ള പുസ്തകത്തിന്റെ പേരെന്തോ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഞാൻ ചോദിച്ചതാണ്. ഈ ബർത്ത്ഡേക്ക് നമ്മുടെ പിള്ളേർ കേക്കൊക്കെ മുറിച്ചിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പോസ്റ്റ് ഇടത്തില്ല. ശരിക്കും ഈ നമ്മൾ ബർത്ത്ഡേ നമ്മളെ പിള്ളേർ ഇപ്പോൾ ഒരുപാട് ആഘോഷിക്കുന്നു. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടില്ല? ജന്മദിനം. അന്ന് എന്തോ നമ്മൾ ഓർക്കണ്ടേ? ബർത്ത്ഡേക്ക് നമ്മൾ എന്തോ ഓർക്കണ്ടേ? ശരിക്കും പറഞ്ഞ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു വാർഷിക. എന്തെന്നറിയാം? ഒരു സ്ത്രീ 18 അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദന അനുഭവിച്ചതിന്റെ വാർഷിക ദിവസം. അല്ല, മനസ്സിലായോ? അതേതവളാ? ഒരു മനുഷ്യ ശരീരം അനുഭവിക്കാവുന്ന പരമാവധി വേദനയുടെ യൂണിറ്റ് 50 ഡെൽ വരെ എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ, സിസേറിയന്റെ കാര്യമല്ല, പ്രസവിക്കുമ്പോൾ 52 വരെ വരുമെന്നാണ്. 18 അസ്ഥികൾ ഒരുമിച്ച്. എനിക്കറിയാൻ പാടില്ല, ഞാൻ പിള്ളേരുടെ അപ്പനൊക്കെയാണ്, പക്ഷെ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാം. തലയെങ്കിലും കുലുക്കി എനിക്കൊരു പ്രചോദനം അല്ലേ? അത്രമാത്രം നൊന്തിട്ടുണ്ട് മക്കളെ. ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു സ്ത്രീ 18 അസ്ഥികൾ ഒരുമിച്ചൊടിഞ്ഞ വേദന അനുഭവിച്ചതിന്റെ വാർഷികം. ആരാ? ഉറക്കെ പറ. അമ്മ. വീണ്ടും പറയട്ടെ. ഒരു സ്ത്രീ ഉണങ്ങാത്ത മുറിവുകളുമായി ദിവസങ്ങളോളം തിരിഞ്ഞും പിരിഞ്ഞും കിടന്നതിന്റെ വാർഷിക ദിവസം. ആര്? ഇങ്ങനെ പറഞ്ഞാ പോരാ. ഉറക്കെ പറ. അമ്മ. ഒരു സ്ത്രീ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ളൊരു നൂൽപാലത്തിലൂടെ പോയിട്ട് തിരിച്ചു വന്നതിന്റെ വാർഷികം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മരിക്കാനുള്ള സാധ്യത 30%. മുമ്പെന്നെ പിള്ളേർ വേണ്ടെന്ന് പറഞ്ഞു നടക്കുക. ഇനിയിപ്പോൾ ഇതോടൊക്കെ പറയുമ്പോ പിന്നെ അതിന്റെ വാർഷിക. ആ സ്ത്രീ ആരാ? ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞൊരു സ്ത്രീ നടന്നതിന്റെ വാർഷിക. ആ സ്ത്രീ ആരാണ്? ഇപ്പൊ ജന്മദിനം എന്ന് പറഞ്ഞ എന്താ? ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് കൂട്ടുകാർക്കൊക്കെ നമ്മൾ പോസ്റ്റ് ഇടല്ല. അന്ന് ശരിക്കും സ്റ്റാറ്റസ് ഇടേണ്ടത് ആരുടെ ഫോട്ടോയാ?
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും യുവാക്കളോ യുവതികളോ പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളോ സ്വന്തം അമ്മയുടെ പോസ്റ്റ് ഇപ്പൊ സ്റ്റാറ്റസ് ഇട്ടവരുണ്ടോ? കിടക്കുന്നവരുണ്ടോ? കൈവക്കാം. ഒരാൾ കൈവക്കിടുന്നത് അത് കൊച്ചാണോ വലിയ കൈയാണോ? കുഞ്ഞിൻ്റെതാണല്ലേ? അത് അവനിട്ടതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. കൊറ്റമ്പള്ളിയിൽ യൂത്ത് യങ്സ്റ്റേഴ്സ് സൺഡേ സ്കൂൾ കുട്ടികൾ, നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇതെന്നും ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എന്നും ഇടുന്ന ആളല്ല, ഒരെണ്ണം കണ്ട് പണ്ടം കണ്ടിട്ട് ഇപ്പോൾ കിടക്കുക. ഇത് അമ്മയുടെ ഫോട്ടോ ഇപ്പൊ സ്റ്റാറ്റസ് ഇട്ടുള്ളവരുണ്ടോ? അപ്പായുടെ ഫോട്ടോ ഇല്ല. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അമ്മ മരിച്ചു കഴിയുമ്പോൾ ഒരു 5-6 ദിവസം 1 മാസം അമ്മയുടെ ഫോട്ടോ ആയിരിക്കും സ്റ്റാറ്റസ്. വല്ല കാര്യമുണ്ടോ? അപ്പം മരിച്ചു കഴിയുമ്പോൾ 1 മാസം അപ്പൻ്റെ ഫോട്ടോ ആയിരിക്കും സ്റ്റാറ്റസ്. ആർക്ക് കാണാനാ മക്കളെ? അതുകൊണ്ട് കൊറ്റമ്പള്ളിയിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ബർത്ത്ഡേ ഇനി എന്നാണോ വരുന്നത്, നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടണം. നമുക്ക് വേണ്ടി ഏറ്റവും സഹിച്ചതാരാ? ഉറക്കെ പറ. ആണോ? നിങ്ങളുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് എഴുന്നേറ്റ്. നിങ്ങൾ എഴുന്നേറ്റ്. അമ്മയല്ല, നിങ്ങൾ എഴുന്നേറ്റ്. എഴുന്നേക്ക്. എഴുന്നേക്കാം കുട്ടികൾ. നിങ്ങളുടെ അപ്പ ഇവിടെ ഇരിപ്പുണ്ടോ? ഇപ്പൊ ജന്മദിനം എന്ന് പറഞ്ഞ എന്നാ? ഒരു സ്ത്രീ 18 അസ്ഥി. അല്ലോ, എന്തുമാത്രം അല്ലേ? എനിക്ക് ഈ ചേട്ടനെ കിട്ടിയില്ല, ഞാൻ കെട്ടിത്തൂങ്ങി ചാവും, ഞാൻ അറബിക്കടലിൽ ചാവും, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോവും. പൊന്നുമക്കളെ, ആരും കാണത്തില്ല നമുക്ക്. നമ്മുടെ ഒരു സങ്കടത്തിന്റെ കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വീടെന്ന് പറഞ്ഞാൽ ഉപാധികളില്ലാതെ കൂടെ നിൽക്കാൻ ആരെ കാണുള്ളൂ? ആരെ കാണുള്ളൂ? ഞാൻ നിർത്തുക, 2 മിനിറ്റ് കൊണ്ട് നിർത്തും. നിങ്ങൾ പോയി നിങ്ങളുടെ അമ്മായിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വന്നേ. ഓടിപ്പോ. 1 2 3 ഓടിപ്പോകാൻ. നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് നേരെ കസേരയെ വന്നിരുന്നേ. ചില പിള്ളേർ അവിടെ ഇരുന്നു. എന്തുകൊണ്ടാ ഇരുന്നേന്നറിയോ? ഇനി പിള്ളേർ തള്ളേത്തപ്പി അടക്കുകയാണല്ലോ ഇവിടെ. എന്തുകൊണ്ടാ ഇരുന്നേന്നറിയാം? ഇത് വീടുകളിൽ ശീലമില്ലാത്തോണ്ടാ. നിന്റെ മോൾക്ക്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അപ്പന്മാര്, വിഷമിക്കല്ലേ, അമ്മമാർക്കേ ഉള്ളു. ഇപ്പൊ ഇനി ഞാൻ വരുന്ന സമയത്ത് നമുക്കിവിടെ ഉണ്ടാക്കും. നമ്മുടെ വീടുകളിലെ 18 വയസ്സുള്ള പെങ്കൊച്ചിന് 18 ആയി, അവള് വലിയ കൊച്ചായി, പ്രായം പൂർത്തിയായ കുട്ടിയായി എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ അപ്പൻ മടിക്കരുത്. ഇന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മുടെ വീടുകളൊക്കെ കുറച്ചുകൂടെ എക്സ്പ്രസ്ഡ് ലവ് ഉള്ള വീടുകളാണ്. പെൺമക്കളും അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കൂടെ വെച്ചേക്കരുത് കേട്ടോ. അപ്പൊ കുറച്ച് കുട്ടികൾ പോയി, കുറെ പിള്ളേർ അവിടെ ഇരുന്നു. അപ്പൊ 200രുടെ സൈക്കോളജി എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് എല്ലാ ദിവസവും രാവിലെ ഉണ്ടാകേണ്ടതാ. രാവിലെ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ നാളെ മുതൽ ഇത് അപ്പനും അമ്മയ്ക്കും, അപ്പായ്ക്കും അമ്മയ്ക്കും. അപ്പം ഇനി മുതൽ ബർത്ത്ഡേക്ക് നമ്മൾ ആരുടെ സ്റ്റാറ്റസ് ആയിടുന്നേ? ഉറക്കെ പറ. പപ്പായുടെയും കൂടെ ഇടണം, ഇല്ലയോ? യെസ്. അതാണ് ഇന്ന് ബന്ധങ്ങളെ മറക്കുന്ന കാലം. കണക്റ്റഡ് ആകാവുന്ന അല്ലേ? എല്ലാവരുടെ മൊബൈല്, കൊറ്റമ്പള്ളി ആരെങ്കിലും മൊബൈൽ ലോക്കില്ലാത്തതുണ്ടോ? നന്നായിരിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഓരോന്നുണ്ടല്ലേ. വീടിനൊരു പൂട്ടേ ഉള്ളൂ. പക്ഷേ ഈ ലോക്കുകൾക്കുള്ളിൽ എത്രയെത്ര രഹസ്യങ്ങളുടെ ജീർണതകളാണ് പലപ്പോഴും പുഴുവരിക്കുന്നത്. എത്രയെത്ര കുടുംബങ്ങളാണ് ചിതറുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ 16 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ആഴ്ന്നു പോകാത്ത, തീർന്നു പോകാത്ത സ്നേഹത്തിൽ നമ്മുടെ വീടുകളെ പിടിക്കാൻ, ഞാനീ 12:30 മണി ആയതുകൊണ്ട് കഥകളാണ് പറഞ്ഞത്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറഞ്ഞത്. മറിയമിന്റെ വീടുണ്ട്, പരുക്കുകളായിരുന്നു മുഴുവൻ. ഒരു പെങ്കൊച്ചിന്റെ വിവാഹ സ്വപ്നങ്ങൾക്ക് മീതെ ഉരുള് പൊട്ടി ഒലിച്ചു. ഒരു പുരുഷന്റെ വിവാഹ കിനാവുകൾക്ക് മേലെ അഗ്നിപർവ്വതം പുകഞ്ഞിറങ്ങി.
എന്നിട്ടും ആ വീട് എത്ര അനുഗ്രഹകരമായിരുന്നു. ആ വീട് എത്ര അനുഗ്രഹമാണ്. നമ്മളൊക്കെ കാരണമില്ലാതെ കലഹിക്കുന്നവരാണ്. പണ്ടൊക്കെ വീടുകളിൽ ഒരു ശരി ഒരു തെറ്റ്. അപ്പം പറയണത് അമ്മ പറയിടാ, അപ്പച്ചൻ പറഞ്ഞു കേട്ടില്ലേ, അപ്പച്ചൻ പറഞ്ഞു കേട്ടില്ലേ. പ്രതിഷേധം ഉണ്ടെങ്കിൽ നമ്മൾ അനങ്ങത്തില്ല, അങ്ങനെ പോവാ, ഒറ്റ ശരി. ഇന്നോ പണ്ട് 8 പേരും ഒരു ശരിയുമായിരുന്നു ഒരു വീട്ടിൽ. ഇപ്പം 4 പേരും 8 ശരിയുമാണ്. ഓരോരുത്തർക്കും ഓരോ ശരിയാ. കുഞ്ഞുണ്ണി മാഷ് പാടുന്നുണ്ട്, കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കണം. മനസ്സിലായോ? കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസ്സസ് റൈറ്റ് കെയിം ടുഗദർ ആൻഡ് ദ മാരിറ്റൽ ലൈഫ് ബിക്കെയിം അബ്സല്യൂട്ട്ലി റോങ്. അച്ചോ, ഈ 12:30 മണിക്ക് കട്ടി കുറയ്ക്കൂ. നിർത്തി നിർത്തി നിർത്തി. മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസ്സസ് റൈറ്റ് കെയിം ടുഗദർ. ഞാൻ ശരി ഞാൻ ശരി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചാൽ മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസ്സസ് റൈറ്റ് കെയിം ടുഗദർ. ദ മാരിറ്റൽ ലൈഫ്, കുടുംബജീവിതം, ദ മാരിറ്റൽ ലൈഫ് ബിക്കെയിം അബ്സല്യൂട്ട്ലി റോങ്. കുടുംബജീവിതം മൊത്തത്തിൽ പരാജയമായിരുന്നു. അവസാനിപ്പിക്കുക. 2 വീടേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ വീട്. ഒന്ന് പറുദീസയെ പരുക്കേൽപ്പിച്ചവരുടെ വീട്. 2 പരുക്കുകളെ പറുദീസാക്കിയവരുടെ വീട്. ഒത്തിരി വേദപുസ്തക ആഴത്തിലേക്കൊന്നും പോകാവുന്ന സമയമാകാഞ്ഞത് കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ കഥകളും കൊച്ചു കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. വലിയ കാര്യങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവസാനിപ്പിക്കുമ്പോൾ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ റെബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന്റെ അമ്മയുടെ മരണദുഃഖം മാറി എന്ന് എഴുതിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ റെബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന് അമ്മയുടെ മരണദുഃഖം മാറി, സന്തോഷമായിരുന്നു. പക്ഷെ ആ വേദപുസ്തകം തുടർന്ന് വായിച്ചാൽ ഈ റെബേക്കായും ഇസഹാക്കും പ്രായമായപ്പോൾ ഇസഹാക്ക് എന്ന് പറയുന്ന ഭർത്താവിന് പാലും വെള്ളത്തിൽ പണി കൊടുക്കാൻ പിള്ളേരുടെ കൂടെ നിന്നയാളാണ് റെബേക്ക. ഇറച്ചിയുടെ കഥ അറിയാലോ, വേട്ടയിറച്ചിയുടെ കഥ. കൊറ്റമ്പള്ളിയിൽ വന്നു കയറിയപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇപ്പൊ എങ്ങനെയാണ്? അത് മാത്രമാണ് ചോദ്യം. വന്നു കയറിയ റെബേക്ക ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ആണുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ റെബേക്കയാണെന്ന് മാത്രം വിചാരിക്കുക. വന്നു കയറിയ റെബേക്ക എങ്ങനെയുണ്ട്? റെബേക്കമാരോടും ചോദ്യം അല്ലേ? വന്നു കയറിയ ആ പ്രണയം തുടങ്ങിയപ്പോൾ, ഒരു സൗഹൃദം ആരംഭിച്ചപ്പോൾ, ഒരു വീട്ടിൽ വന്നു കയറിയപ്പോൾ, ഒരു ജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഊഷ്മളത ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ്. ഇനിയും മുൻപോട്ട് പോകുന്നില്ല. അവസാനിപ്പിക്കുന്നു. നശിക്കാനാണെങ്കിൽ അകലെ ഒരു താമാറും അടുത്തൊരു ബത്ശബയും കാണും. പക്ഷേ ജീവിക്കാനാണ് പാട്. കുടുംബജീവിതം നന്നായിരിക്കട്ടെ, പരുക്കുകളെ പറുദീസയാക്കട്ടെ. എന്തുണ്ട് വിശേഷം? ഓ പറയൂ, അങ്ങനെ പോരാ. എന്തുണ്ട് വിശേഷം? ഹൗ ആർ യു? ഹൗ ആർ യു? കൈസേ? വേണ്ട അല്ലേ? ഒറ്റ ഭാഷ മതി, ഒറ്റ ഭാഷ മതി. ഭാഷ ചിതറാതിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.